السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. റംദാനിലെ ഈ പുണ്യമാസത്തിലെ നോയമ്പ് ഇന്ന് 12ാം ദിവസത്തിലേക്ക് വളരെ വിജയകരമായി കടന്നിരിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതേത്തും കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നോയമ്പിന്റെ ഈ മാസത്തിലെ വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പിരിഞ്ഞുപോയ ഒരുപാട് പേർ ഉണ്ടല്ലേ, നമ്മളുടെ പ്രിയപ്പെട്ടവർ, അതായത് മരിച്ചുപോയവർ. ഖുറാനിൽ പറയുന്നുണ്ട്, എല്ലാ ദിവസവും മഗ്‌രിബിന്റെ സമയത്ത്, അതായത് നോയമ്പ് കഴിയുന്ന ആ ഒരു സമയത്ത് അല്ലാഹു 10 ലക്ഷത്തിലോളം ആൾക്കാരെ നരകത്തിൽ നിന്നും വിടുതൽ കൊടുക്കുന്നു. ഇന്ന് ലോകത്തിൽ അനേകം പേർ ജീവിച്ചിട്ടുണ്ട്. ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല, എല്ലാവരും പാപികളായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അവർ പല പല പാപങ്ങൾ ചെയ്ത് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ട്. എന്നാൽ വർഷത്തിലെ ഒരു മാസത്തില്, ഈ മാസത്തിൽ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കാരണം അവർ നമ്മളുടെ വീട്ടിൽ വന്ന് മുട്ടുന്നുണ്ടായിരിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നരക ശിക്ഷയിൽ നിന്നും അവർക്ക് മോചനം കിട്ടാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു മാസമാണ് നോയമ്പിന്റെ ഈ റമദാൻ മാസം. ഈ 30 ദിവസവും 10 ലക്ഷം ആൾക്കാരെ വിടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരും വേണ്ടേ? അപ്പോൾ എല്ലാവരും ഈ നോയമ്പ് തന്നെ മാനവർക്കുള്ളതാണ്. ആർക്ക് വേണം? ഇന്ന് 12 ദിവസമായിട്ടുള്ളൂ, ഇനി 18 ദിവസവും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ഉപവസിച്ച് നമ്മുടെ മരിച്ചവർക്ക്, നമ്മളെ പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവർ നമുക്കറിയില്ല, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, അവർ നരകത്തിന് അർഹമായ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ, അവർ നമ്മുടെ അടുത്ത് പറയണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, നിങ്ങളുടെ അല്ലാഹു മക്കയിലുള്ള ഒരു കല്ലല്ലേ, നിങ്ങൾ ആ കല്ലിനെയല്ലേ ആരാധിക്കുന്നു? അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദം നബിക്ക് വേണ്ടി അല്ലാഹു ആരാധന കേന്ദ്രത്തിന് വേണ്ടി അല്ലാഹു മാലാഹന്മാരാൽ ഒരു വലിയ വെളുത്ത കല്ല് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കി. എന്നാൽ പാപക്കരയുടെ ഈ ഭൂമിയിലോട്ട് ആ കല്ലിറങ്ങി വന്നപ്പോൾ ആ കല്ലിന്റെ നിറം കറുപ്പായി. മക്ക എന്ന സ്ഥലമാണ് ലോകത്തിന്റെ ഏറ്റവും സെൻട്രലുള്ള സ്ഥലം. അബ്രഹാമിനും അല്ലാഹു ഇതേ സ്ഥലത്ത് തന്നെ, മക്കയിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുത്തു, ആരാധനാ കേന്ദ്രമാക്കണം നിങ്ങൾ ഈ സ്ഥലം. മക്കയുടെ സെന്ററിൽ കബ്ബ ഇപ്പം വെച്ചിരിക്കുന്നുണ്ട്, ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാക്കാനും, തവാഫ് പ്രദക്ഷിണം, ജനങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടും, ഇഅ്തികാഫ് ഭജനം, ജനങ്ങൾ ഭജനം ഇരിക്കുന്നവർക്ക് വേണ്ടിയും, ജനങ്ങൾ തലകുനിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ ഈ സ്ഥലം, ഈ കബ്ബ നിങ്ങൾ രണ്ടുപേരും ഈ സ്ഥലം നിങ്ങൾ ശുദ്ധീകരിച്ചു വെക്കുക. അങ്ങനെ കബ്ബയുടെ അടിത്തറ ഉയർത്തിയത് അബ്രഹാം ഇസ്മായിലുമാണ്. അതിനുശേഷം കുറെ ആൾക്കാർ കുറച്ച് ഇന്നത്തെ മക്ക ഇന്നവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കബ്ബയെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരിക്കലും ആ കല്ലിനെ അല്ല ആരാധിക്കുന്നത്, അള്ളാഹുവിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിനോട് പ്രൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും അതിനെ പ്രദക്ഷിണം വെക്കുന്നത്. കാരണം ഈ ലോകത്തിന്റെ, ഈ ഭൂമിയിലെ ആദ്യത്തെ ആരാധന കേന്ദ്രമാണ് മക്ക. അള്ളാഹു ചൂണ്ടിക്കാണും നമ്മുടെ അബ്രാഹാമിന്, നമ്മുടെ പൂർവ്വപിതാവായ ആദം നബിക്കും അബ്രാഹാം നബിക്കും കാണിച്ചു കൊടുത്ത ഈ സ്ഥലം. അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നരകം കാണിച്ചു കൊടുത്തപ്പോൾ ഈ നരകത്തിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളാൽ നിറഞ്ഞതായിരുന്നു നരകം. ഈ സ്ത്രീകൾ 5 നേരം നിസ്കരിച്ചവരും, ചാരിറ്റി ചെയ്തവരും, ഹജ്ജ് ചെയ്തവരും ഒക്കെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അവർ നരകത്തിൽ പോയി എന്ന് വെച്ചാൽ, അവർ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നവരല്ല. അവർ ഭർത്താവിനോട് തർക്കുത്തരം പറഞ്ഞവരും ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാത്തവരുമായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളെ സൂക്ഷിക്കുക. ഈ ഒരു നോയമ്പ് കാലത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക.
അല്ലാതെ ഭർത്താവിന്റെ ഹൃദയം വേദനിച്ചിട്ട് നിങ്ങൾ ഒരു ഹജ്ജ് ചെയ്തിട്ടോ ഒരു നിസ്കരിച്ചിട്ടോ ചാരിറ്റി ചെയ്തിട്ടോ ഒന്നും പ്രയോജനമില്ല. ആദം നബിയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത്. ആദം നബിയെ പരിപാലിക്കാനും ആദം നബിക്ക് ഒരു കൂട്ടായിരിക്കാൻ വേണ്ടിയാണ് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചത്. ഒരിക്കലും സ്ത്രീ പുരുഷന് വിധേയപ്പെട്ടതിനെ ജീവിക്കുക, അതായത് ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടതിനെ ജീവിക്കുക. ഒരിക്കലും അവനെ ഭരിക്കാൻ അള്ളാഹു നമുക്ക് ഒരു സ്ത്രീക്കും അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ ഭർത്താവിനെ വേദനിപ്പിക്കുകയോ ഭർത്താവ് പറഞ്ഞ് അനുസരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ നോയമ്പും ഒക്കെ അസാധുവായി പോകും. അതുപോലെ തന്നെ ഈ നോയമ്പ് നമ്മൾ പാപികൾക്ക് വേണ്ടി വർഷത്തിലെ ഒരു മാസം നമ്മളുടെ എല്ലാ മുൻ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് പശ്ചാത്തപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനുമുള്ള ഒരു സമയമാണ് ഈ റമദാനിലെ ഈ 30 ദിവസത്തെ നോയമ്പ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ആരും വിശുദ്ധരല്ല, ആരും പരിശുദ്ധരല്ല. അപ്പോൾ ഈ ഒരു സമയം നമ്മളെല്ലാവരും പശ്ചാത്തപിച്ച് അതിനുവേണ്ടി ചാരിറ്റിയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മളൊരു പാപം ചെയ്തിട്ട് അതോടനെ പോയി അച്ഛനോട് പോയി കുമ്പസാരിച്ചാൽ ആ പാപത്തിന് നമുക്ക് മോചനം കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിയെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞിട്ട് അച്ഛനോട് പോയി കുമ്പസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ആ വ്യക്തിയോട് തന്നെ നമ്മൾ കോംപ്രമൈസ് ആവുക. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അതിനോ തക്കതായ എന്തെങ്കിലും അവരെ തിരിച്ചു കൊടുക്കുകയോ അവർക്ക് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും പോയി അച്ഛനോട് കുമ്പസാരിക്കുന്നതല്ല നിങ്ങളുടെ പാപമോചനം. അതിനുവേണ്ടിയാണ് ഈ ഒരു നോയമ്പ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും നമ്മൾ പശ്ചാത്തപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സക്കാത്ത് ചാരിറ്റി നിർബന്ധമാണ്. അല്ലെങ്കിൽ അത്രയ്ക്കും വിശുദ്ധനായിരിക്കുന്ന മാത്രം ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ നോക്കി. അനവിശുദ്ധരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വിഷമിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്. അബ്രാഹത്തിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, നിന്റെ സന്നിധിയിലേക്ക്. അബ്രാഹിമിന് 2 കുട്ടികളുണ്ടായിരുന്നു. അതിലെ കടിഞ്ഞൂൽ പുത്രനാണ് ഇസ്മായിൽ. ഇസ്മായിലിന് 13 വയസ്സായപ്പോഴാണ് ഇസഹാക്ക് ഉണ്ടായത്. ഇത് അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹു അറിയാതെ ഒരു മുടി പോലും താഴ്പോകുകയില്ല. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും താഴ്പോകത്തില്ല. അപ്പോൾ ഇത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അബ്രഹാമിന് ആദ്യമായി ഒരു കടിഞ്ഞൂൽ പുത്രനായി ഇസ്മായിൽ ജനിക്കണം എന്നുള്ളത്. 100 വയസ്സായിട്ടും പിള്ളേരൊന്നും ഉണ്ടായിരുന്ന അബ്രഹാമിന് സാറ വന്ധ്യയായിരുന്നു. സാറ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ തോഴിയായ നിങ്ങൾ ഹാഗാറിന്റെ കൂടെ നിങ്ങൾ ശയിക്കൂ, അങ്ങനെ നമുക്കൊരു കുഞ്ഞുണ്ട്, നമുക്കൊരു തലമുറ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ നമ്മളായാലും ഒരു തോഴിയെ നമ്മുടെ ഭർത്താവിന്റെ അടുത്തോട്ട് വിടുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ടിനെയൊക്കെ നമ്മുടെ ഭർത്താവിന്റെ അടുത്തോട്ട് വിടുക, അല്ലേ? നമ്മളെ ചതിക്കില്ല, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഹാഗാർ ഏറ്റവും നല്ല സാറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സാറയുടെ ഏറ്റവും വിശ്വസ്തയായ ആളാണ് ഹാഗാർ. അങ്ങനെ ഹാഗാറിൽ നിന്നുണ്ടായ ആളാണ് ഇസ്മായിൽ 13 വയസ്സായപ്പോഴാണ് സാറയ്ക്കും ഒരു കുട്ടിയുണ്ടായി. അപ്പോൾ ഈ ഒരു സത്യം നമുക്ക് അള്ളാഹു കൊടുത്ത സത്യം ആർക്കും മറച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. അപ്പം ഇസ്മായിൽ എവിടെ പോയി? എന്തിനാണ് നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നത്? ഇസ്മായിൽ എവിടെ? ഇസ്മായിലിന്റെ ദൈവം ആര്? ഇസ്മായിൽ ദൈവമില്ലേ? ഇസ്മായിൽ ആരാണ്? അബ്രാഹാമിന്റെ കടിഞ്ഞൂൽപുത്രൻ. അപ്പോൾ ഈ ഒരു വലിയ സാക്ഷ്യം നിങ്ങൾ മറച്ചു വെച്ച് വിശുദ്ധ കുർബാന ചെയ്താൽ അത് സ്വീകാര്യമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ അംഗീകരിച്ച് മതിയാകുള്ളൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്ന് ഈ പുണ്യമാസത്തിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവർക്കും. പക്ഷേ ഈ അനുഗ്രഹം നമ്മൾ നോയമ്പ് നോക്കിയാൽ, ഹജ്ജ് ചെയ്താലും നമ്മൾ ചാരിറ്റി ചെയ്താലും നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മളുടെ ഫോണിൽ ഇന്ന് നമുക്ക് അനുഗ്രഹം വരുന്നത് ഫോണിൽ കൂടിയാണ്. ഒരു ഹാപ്പി ന്യൂസ് ആയിക്കോട്ടെ, ഒരു സാഡ് ന്യൂസ് ആയിക്കോട്ടെ, ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഫോണിൽ കൂടിയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇന്ന് യൂത്ത് എന്നല്ല പല ആൾക്കാരും ഫോണിനകത്ത്
പല ബ്ലൂ ഫിലിംസിന്റെ ക്ലിപ്സുകളും പോൺ വീഡിയോസിന്റെ ക്ലിപ്സുകളും മോഡൽസിന്റെയും ആർട്ടിസ്റ്റിന്റെയൊക്കെ നഗ്ന ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടോ? ഫോണില്, ലാപ്ടോപ്പില്, പെൻഡ്രൈവില് എന്നൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ പുണ്യമാസത്തിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഒരു കുഴലിൽ കൂടിയാണ് വെള്ളം വരുന്നത്. ആ കുഴലിനകത്ത് അഴുക്ക് നിറഞ്ഞിരിക്കുക. അന്നേരം വളരെ നല്ല നല്ല ഉറവയിൽ നിന്ന് വരുന്ന നല്ല ഫോഴ്സ് ആയിട്ടുള്ള വെള്ളം ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ, നമ്മളിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അഴുക്ക് നമ്മൾ എടുത്തു മാറ്റുക. എങ്കിൽ മാത്രമേ വെള്ളം വളരെ ഫോഴ്സായിട്ട് വരുള്ളൂ. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് അനുഗ്രഹത്തെയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്യുക. ഇനി അധികം സമയമൊന്നുമില്ല, കുറച്ച് സമയം കൂടെ ഉള്ളൂ. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നമ്മളുടെ പാപം, നമ്മളുടെ ക്ഷമ സ്വീകരിക്കാൻ ആരുണ്ട്. അങ്ങനെ ഒരു ദിവസം വരും. ആ ദിവസത്തിന് മുമ്പ് തന്നെ എല്ലാവരും പശ്ചാത്താപിച്ച് എല്ലാവരും ഫ്രീ ആയിക്കൊള്ളണം. നാളെ പറ്റി നമുക്കൊന്നും പറയാൻ, നാളെ നമ്മളങ്ങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ആണ് സത്യം നമ്മളെ എപ്പോഴും മനസ്സിലാക്കുക. ആരോടെങ്കിലും ക്ഷമ പറയാണ്ട് എല്ലാം ക്ഷമ പറഞ്ഞു നോക്കുക. നാളെ എങ്ങനെ നമ്മൾ തട്ടിപ്പോയാൽ നരകം. അപ്പം അതിനു മുമ്പ് നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും കടമുണ്ടെങ്കിൽ എല്ലാം തീർത്തു കൊള്ളുക. കാരണം നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മരണം കഴിഞ്ഞിട്ടുള്ളവർക്ക് ആരും ഒന്നും അറിയുന്നില്ല, മരിച്ചു കഴിഞ്ഞില്ല, പിന്നെന്താ? അങ്ങനെയല്ല. നമ്മളെ ഖബറടക്കുമ്പോൾ, ആ കുഴിയിൽ വെക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് വളരെ ഞെരുക്കം അനുഭവപ്പെടുന്ന അവിടെ തന്നെയാണ് 2 മാലാഹമാർ വരും. നമ്മളുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്ത ഒരു ബുക്കുമായിട്ടൊരു മാലാഹയും നമ്മുടെ തിന്മകൾ ചെയ്തൊരു മാലാഹയും. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി, നമ്മളെല്ലാം തന്നെയാണ് പോകുന്നത്. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തവരാരും നമ്മളോട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു പുണ്യമാസത്തിൽ എല്ലാവരും നമ്മുടെ തിന്മകളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മളാരും ഒരു തെറ്റും ചെയ്യാനൊന്നും പോയേക്കരുത്, തിന്മയും ചെയ്യാൻ പോയേക്കരുത്. കാരണം ഖബറിലോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരുണ്ടാവുമോ? ഉണ്ടാവില്ല. ശിക്ഷ അനുഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരുണ്ടാവുമോ? നമ്മുടെ ഭാര്യ ഉണ്ടാവുമോ? നമ്മുടെ ഭർത്താവ് ഉണ്ടാവുമോ? നമ്മുടെ കുട്ടികളുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അല്ലാഹു തരുന്നവങ്ങളെ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുക. ഈ ഒരു പുണ്യമാസത്തിൽ, ഈ നോമ്പിൽ എന്നെയും കൂടി നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അല്ലാഹു പരമകാരുണ്യനും ഘനനിധിയുമായ അല്ലാഹു അനുഗ്രഹത്തിന്റെ പൂമഴ നിങ്ങളെല്ലാ വിശ്വാസികളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.